ഹായ് ഫ്രണ്ട്സ്, മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു എഗ്ഗ് റൈസാണ്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 5 മുട്ട, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 ബീൻസ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി 1/2 സ്പൂൺ, വെളുത്തുള്ളി 4 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കടുക്, 1/2 സ്പൂൺ എഗ് മസാല പൗഡർ, ഒരു സവാളയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ബസ്മതി റൈസ് എന്നിവയാണ്. ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ എഗ് റൈസിനുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ 5 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എഗ് മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വച്ചിരുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഏകദേശം ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു മാറ്റി വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എഗ് റൈസ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.